കോൺസ്റ്റബിൾ മഞ്ജുവിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം. അപ്പോൾ അങ്ങനെ മഹിമ മുകുന്ദൻ്റെ റൂമിലേക്ക് ചായയുമായിട്ട് വരികയാണ്. അപ്പോൾ മുകുന്ദൻ അറിയുന്നില്ല അത് മഹിമയാണെന്ന്. അമ്മയാണെന്ന് വിചാരിച്ച് സംസാരിക്കുകയാണ്. ഇന്ന് നല്ല ചായയാണല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ മഹിമയാണ് വന്നിരിക്കുന്നത്. മുകുന്ദൻ പറയുകയാണ്, ഇങ്ങനെയാണ് ഒരു പരപുരുഷൻ്റെ റൂമിലേക്ക് കയറി വരുന്നത്, ഒരു നാണമില്ലേ എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ അധികമൊന്നും പറയണ്ട, കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ നടന്ന കാര്യങ്ങൾ വല്ലതും അറിയാമോ? ഈ പറഞ്ഞ പുരുഷൻ്റെ നേക്കഡായിട്ടുള്ള രൂപം ഞാൻ കണ്ടതാണ് എന്നുള്ള രീതിയിൽ പറയുമ്പോഴേക്കും അങ്ങനെയൊന്നും സംഭവിക്കില്ല, അതെന്തിനാണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ, അതായത് മുകുന്ദേട്ടനെ ഞാൻ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുമ്പോൾ മുകുന്ദേട്ടൻ ചോരയിൽ കുളിച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ടതായി വന്നു. അപ്പോൾ ബൈസ്റ്റാൻഡറായിട്ട് ഞാനാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ നിൽക്കേണ്ടി വന്നു, അതിനൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ കണ്ടതാണെന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ചമ്മി പോവുകയാണ്. എന്നിട്ട് മഹിമ പറയുന്നുണ്ട്, എന്തായാലും മുകുന്ദേട്ടൻ പേടിക്കേണ്ട, ഞാനിത് മറ്റാരോടും പറയാനൊന്നും പോകുന്നില്ല, ഞാൻ ഇങ്ങോട്ട് വരുന്നത് തന്നെ മുകുന്ദേട്ടനെ കാണാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഞാൻ അമ്മയെ കാണാൻ വേണ്ടിയിട്ടാണ്. എനിക്കിപ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും പറയാനും സംസാരിക്കാനും എൻ്റെ എല്ലാ വിഷമങ്ങളും ഷെയർ ചെയ്യാനുള്ള ഒരാളാണ് അമ്മ, എനിക്ക് വേറെ ആരും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ മഞ്ജുവോ എന്ന് ചോദിക്കുകയാണ്. മഞ്ജു ചേച്ചിക്ക് ഒരുപാട് പ്രശ്നങ്ങളല്ലാതെ തന്നെയുണ്ട്, പിന്നെ ഞാൻ എൻ്റെ വിഷമങ്ങളോട് പോയി പറഞ്ഞ് എന്തിനാ ചേച്ചിയെ വെറുതെ വിഷമിപ്പിക്കുന്നതെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ മുകുന്ദൻ പറയുകയാണ്, അങ്ങനെയാണ് ധൈര്യമായിട്ട് നീ ഇങ്ങോട്ട് പോര്, എൻ്റെ അമ്മയെ ആയതുകൊണ്ട് പറയുന്നതല്ല, ഉപദേശിക്കുന്ന കാര്യത്തിൽ എൻ്റെ അമ്മയുടെ അത്ര വേറെ ഒരാൾ ഈ ലോകത്തേ ഉണ്ടാവില്ല എന്നൊക്കെ സംസാരിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് മുകുന്ദൻ ഗിരിയുടെ വീട്ടിൽ വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഗിരിയുടെ അമ്മ ഗിരിക്കും മുകുന്ദനും ഫുഡ് വിളമ്പി കൊടുക്കുന്നതാണ്. അപ്പോൾ അടുത്ത് മഞ്ജുവും നിൽപ്പുണ്ട്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുകുന്ദനെ ചീറ്റ് ചെയ്ത ആ പെൺകുട്ടിയെക്കുറിച്ച് സംസാരിക്കുകയാണ്. ആരാണെന്ന് പേര് പറയുന്നില്ലെങ്കിലും അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അങ്ങോട്ടേക്ക് സ്വപ്നയും കൂടി വരികയാണ്. അപ്പോൾ ഗിരിയുടെ അമ്മ മുകുന്ദനോട് പറയുകയാണ്, എന്നാൽ ഇത്രയും നല്ല സൽസ്വഭാവിയായ ഈ ചതിച്ച ആ പെൺകുട്ടിയെ സമ്മതിക്കണം, അവൾ ഒരു ഉരുമ്പട്ടവൾ തന്നെയാണ്, വൃത്തികെട്ടവൾ തന്നെയാണ്, അവൾ ഒരു കാലത്തും ഗുണം പിടിക്കില്ല, അവൾ മുടിഞ്ഞു പോവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ രാഗി സംസാരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം സ്വപ്ന അടുത്തു നിന്ന് കേൾക്കുന്നതിന് സ്വപ്നയ്ക്കൊന്നും പ്രതികരിക്കാൻ കഴിയുന്നില്ല. തന്നെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും അമ്മയുടെയും ഗിരിയേട്ടൻ്റെയും മുമ്പിൽ വെച്ചൊന്നും സംസാരിക്കാൻ കഴിയാതെ നിൽക്കുകയാണ്. അതേസമയം മഞ്ജു സ്വപ്നയെ ശ്രദ്ധിക്കുന്നുണ്ട്. മഞ്ജുവിന് ഡൗട്ടും തോന്നുന്നുണ്ട്, ഇവളെങ്ങാനുമാണോ എന്ന് ഒരു ചെറിയ ഡൗട്ടുണ്ട് മഞ്ജുവിന്. മുകുന്ദൻ പറയുകയാണ്, എന്തൊക്കെ പറഞ്ഞാലും ആ പെൺകുട്ടി പറഞ്ഞത് ശരിയാണ്, ഞാനൊരു പരാജയം തന്നെയാണ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇനി മജിസ്ട്രേറ്റിൻ്റെ എക്സാമൊക്കെ എഴുതാൻ പോവുകയാണെന്ന് പറയുന്നു. അപ്പോൾ ഗിരി പറയുകയാണ്, മജിസ്ട്രേറ്റിൻ്റെ എക്സാം എഴുതാൻ പോകുന്ന കാര്യമൊക്കെ നല്ലത് തന്നെ, പക്ഷേ നീ ഒരിക്കലും നീ ഒരു പരാജയമാണെന്നൊന്നും പറയരുത്, നീ ഒരിക്കലും ഒരു പരാജയമൊന്നുമല്ല, നീ ഒരു നല്ല മകനാണ്, നല്ലൊരു ഫ്രണ്ടാണ്, അങ്ങനെ പല പല കാര്യങ്ങളിലും നീ വളരെ മികവുറ്റ ആൾ തന്നെയാണ്, അതുകൊണ്ട് നീ അങ്ങനെയൊന്നും വിചാരിക്കേണ്ടെന്ന് പറയുകയാണ്. ആ സംഭാഷണത്തിന് ശേഷം മുകുന്ദൻ വീട്ടിലേക്ക് പോകാനായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇറങ്ങാൻ പോകുമ്പോഴേക്കും പെട്ടെന്ന് സ്വപ്ന വരികയാണ്. സ്വപ്ന വന്നിട്ട് പറയുകയാണ്, എന്തൊക്കെയായാലും എനിക്ക് വേണം നന്ദി പറയാൻ, ഞാൻ കാരണം ഇപ്പോൾ മജിസ്ട്രേറ്റിൻ്റെ എക്സാമൊക്കെ എഴുതാൻ പോകുന്നതെന്ന് പറയുമ്പോൾ അത് നീ കാരണം, അതുമാത്രമല്ല എൻ്റെ ഈ കൈ മുറിഞ്ഞിരിക്കുന്നതും നീ കാരണം തന്നെയാണെന്ന് പറഞ്ഞാൽ വെയിൻ കെട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സ്വപ്ന സമ്മതിക്കുന്നില്ല. സ്വപ്ന പറയുകയാണ്, നിൻ്റെ ഭീരുത്വം കൊണ്ടാണ് നീ അങ്ങനെ ചെയ്തത്, അത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല എന്ന് പറയുകയാണ്. അതിന് പറയുകയാണ്, എന്തു തന്നെ ആയാലും എനിക്കതിലൊരു വിഷമവുമില്ല, നിന്നെപ്പോലെ ഒരാളെ എനിക്ക് കിട്ടാതിരുന്നത് നന്നായി തന്നെയാണ് ഞാനിപ്പോൾ കരുതുന്നത് പറയുമ്പോൾ സ്വപ്നയും പറയുകയാണ്, എന്തൊക്കെയായാലും നിനക്ക് എന്നെ ഒറ്റിക്കൊടുക്കാൻ തോന്നിയില്ലല്ലോ, എന്നോട് അത്രയും ഒരു ദയ കാണിക്കാൻ നിനക്ക് തോന്നിയല്ലോ എന്ന് പറയുമ്പോൾ അത് നിന്നോട് കാണിച്ച ദയോ ഒന്നുമല്ല, അത് ഞാൻ ഗിരിയെക്കുറിച്ച് ഓർത്തിട്ടാണ്, അവൻ്റെ പെങ്ങൾ ഇത്രയും വൃത്തികെട്ടവളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ ഒരുപാട് വിഷമിക്കും, അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ പറയാതിരുന്നതെന്ന് പറഞ്ഞിട്ട് മുകുന്ദൻ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും ഇവർ തമ്മിലുള്ള സംഭാഷണം ദൂരെ നിന്ന് മഞ്ജു കാണുന്നുണ്ടായിരുന്നു. മഞ്ജു അത് കണ്ടെന്ന് സ്വപ്ന കണ്ടു കഴിയുമ്പോൾ സ്വപ്ന അകത്തേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങൾ വെറുതെ സംസാരിച്ചതാണെന്ന് എടുത്ത് പറയുകയാണ്. മഞ്ജുവും പറയുകയാണ്, അതെന്താ ഞാനൊന്നും പ്രത്യേകിച്ച് ചോദിച്ചില്ലല്ലോ എന്ന് പറയുകയാണ്. എന്നിട്ട് മഞ്ജു പറയുന്നുണ്ട്, അതുപോട്ടെ നിനക്കറിയാമോ ആരാണ് ആ പെൺകുട്ടി മുകുന്ദനെ ചീറ്റ് ചെയ്തത്, ആരാണെന്ന് നിനക്കറിയാമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല എന്തെന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ്, അതായത് ഇവിടെ അമ്മയും ഗിരിയേട്ടനും എല്ലാവരും ആ പെണ്ണെക്കുറിച്ച് കുറ്റം പറഞ്ഞപ്പോൾ നീ മാത്രം ഒന്നും പറഞ്ഞില്ല, അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറയുമ്പോൾ എനിക്കൊന്നും അറിയില്ല, എൻ്റെ അടുത്ത് ഈ പോലീസ് എന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് സ്വപ്ന വേഗം തന്നെ പോവുകയാണ്. സീനിയേഴ്സ് മഞ്ജുവിനോട് പറയുകയാണ്, ഈ സ്ഥലം പൂവാല ശല്യമുള്ള ഒരു സ്ഥലമാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെയുള്ളവരാണ് വരുന്നത്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ വീഡിയോ എടുത്തിട്ട് ഞങ്ങളെ കാണിച്ചാൽ മതി, ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം, മഞ്ജു ഇവിടെ ഡ്യൂട്ടിക്ക് നിൽക്കണമെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കൊണ്ടേ മഞ്ജുവിനെ ആക്കുകയാണ്. മഞ്ജു അങ്ങനെ ഓക്കെയും പറഞ്ഞ് അവിടെ നിൽക്കുമ്പോൾ അവിടെ സഞ്ജയും സ്വപ്നയും കൂടി നടന്നു വരുന്നതും അവർ തമ്മിലുള്ള സ്നേഹവും അവർ തമ്മിലുള്ള പെരുമാറ്റവും ഒക്കെ മഞ്ജു ശ്രദ്ധിക്കാൻ ഇടയാവുകയാണ്. അപ്പോൾ തന്നെ സ്വപ്നയും വേഗം മഞ്ജുവിനെ കാണുന്നു. അവർ തമ്മിലുള്ള സംഭാഷണമാണ് പിന്നീട്. അവരുടെ അടുത്ത് നിന്നിട്ട് ചോദിക്കുന്നത്, നീ എന്താ ഇവൻ്റെ കൂടെ, ഇവനെ കുറിച്ച് നിനക്ക് അറിയില്ല, ഇവൻ നല്ല സ്വഭാവമൊന്നുമല്ല, നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ വരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം,
ഇത്രയ്ക്ക് വൃത്തികെട്ട ആളാണ് സഞ്ജയ് എങ്കിലാണോ നിങ്ങൾ ഇയാളെ വിവാഹം കഴിക്കാൻ പോയത്, നിങ്ങൾക്ക് എന്തുമാകാമല്ലേ എന്നൊക്കെ പറയുകയാണ്. അവരോട് പറയുകയാണ് ബാക്കിയെല്ലാം വീട്ടിൽ ചെന്നിട്ട് പറയും നീ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞ് സ്വപ്നയെ വിടുന്നു. എന്നിട്ട് സഞ്ജയോട് പറയുകയാണ് നിൻ്റെ ഒരു ഉദ്ദേശം അവളുടെ നടക്കില്ല, ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ്. കാണിക്കുന്നത് മഞ്ജുവിനെയും കാത്തു നിൽക്കുന്ന സ്വപ്നയാണ്. സ്വപ്ന വീട്ടിൻ്റെ വാതിൽക്കൽ തന്നെ മഞ്ജുവിനെ കാത്തു നിൽക്കുകയാണ്. എന്നിട്ട് അവർ തമ്മിൽ അവിടെ വെച്ചുണ്ടായ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ നീ എന്തിനാ, അവൻ്റെ സ്വഭാവം നിനക്ക് അറിയില്ല, നീ എന്ത് വിചാരിച്ചിട്ടാണ് അവൻ്റെ കൂടെ കൂടിയിരിക്കുന്നതെന്നൊക്കെ മഞ്ജു പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ കാര്യമൊക്കെ നോക്കാൻ എനിക്കറിയാമെന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ വഴക്കിടുമ്പോൾ ആ ശബ്ദം കേട്ട് ഗിരി അങ്ങോട്ട് വരുന്നു. ഗിരിയും അമ്മയും ചോദിക്കുമ്പോൾ അവർ തമ്മിൽ കണ്ട കാര്യങ്ങളൊക്കെ മഞ്ജു പറയുന്നു. അപ്പോൾ വേഗം സ്വപ്ന പറയുകയാണ് ഞാൻ വേറൊരു കൂട്ടുകാരിയെ കാണാൻ പോകുന്ന വഴിക്ക് സഞ്ജയ് കണ്ടതാണ്, ജസ്റ്റ് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചതേ ഉള്ളൂ, അതിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഗിരിയും അമ്മയും കൂടി പറയുകയാണ് എൻ്റെ മകളെയും എൻ്റെ പെങ്ങളെയൊക്കെ നോക്കാൻ എനിക്കറിയാം, നീ അതിലൊന്നും ഇടപെടണ്ടെന്ന് പറഞ്ഞ് മഞ്ജുവിനെ പറയുകയാണ്. അപ്പോൾ സ്വപ്നയും പറയുകയാണ് ഇവർക്ക് സഞ്ജയ് കല്യാണം കഴിക്കാൻ പറ്റാത്തതിൻ്റെ ദേഷ്യം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നതെന്ന് പറഞ്ഞിട്ട് പോകുന്നു. അപ്പോൾ മഞ്ജുവിന് വല്ലാതെ വിഷമമാവുകയാണ്. മഞ്ജു റൂമിൽ പോയിരുന്ന് കരയുകയാണ്. ഗിരി അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഗിരി ചോദിക്കുകയാണ് എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കണമല്ലേ, അതിനല്ലേ നീ അവളുടെ പേരും പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞത്, എൻ്റെ പെങ്ങളുടെ സ്വഭാവം എനിക്കറിയാം. സ്വപ്നയും സഞ്ജയും ശാലിനിയും എല്ലാം കുട്ടിക്കാലം മുതലേ കളിക്കൂട്ടുകാരാണ്. അതുമാത്രമല്ല സഞ്ജയ്ക്ക് സ്വപ്നയെ പെങ്ങളെ കൂട്ടായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ എന്നിട്ട് ശാലിനിക്ക് നിങ്ങളോട് ആങ്ങളെ കൂട്ടാണോ എന്ന് തിരിച്ചു ചോദിക്കുകയാണ് നിനക്ക് സഞ്ജയുമായിട്ടുള്ള കല്യാണം നടക്കാത്തതിൽ വിഷമമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് മഞ്ജു വിഷമിക്കുന്നതാണ്